അല്ല അച്ഛാ, ഈ 2 ദോശ കഴിച്ചിട്ട് എന്താവാനാ? അതാ ശരീരം ഇങ്ങനെ മെലിഞ്ഞു പോകുന്നത്. വയസ്സായില്ല മോളെ, ഈ 2 ദോശ തന്നെ എൻ്റെ ശരീരത്തിന് ധാരാളാ. പ്രായമായാൽ എന്താ, ആരോഗ്യം നോക്കണ്ടേ? അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പം അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കണ്ടേ? മോൾ എന്നെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്നുണ്ടാ എൻ്റെ ആരോഗ്യം ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഭവാനീൻ്റെ കൂടെ ഞാനും പോയിക്കുണ്ടാവും. അങ്ങനൊന്നും പറയല്ല അച്ഛാ, ഇതൊക്കെ എൻ്റെ കടമയല്ലേ. ഇതൊക്കെ നോക്കി കണ്ടും ചെയ്യാനല്ലേ ഞാനിവിടെ ഉള്ളത്. എൻ്റെ ഭാഗ്യം. എവിടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും കാര്യത്തിന് നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇതിപ്പോ അച്ഛൻ ഒറ്റക്കായി പോയോണ്ടല്ലേ. ഒറ്റക്കായി പോയിട്ടുണ്ടെങ്കിലേ വല്ല അനാഥാലയത്തിലും കൊണ്ടേയാക്ക്. എനക്ക് വയ്യ നിങ്ങൾ അച്ഛനെ നോക്കാൻ. എടോ, ഇനിയൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ അച്ഛനത് അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു മോനുണ്ട്. ഓ, അച്ഛനോട് അത്ര വലിയ സ്നേഹമാണെങ്കിലേ നിങ്ങൾ തന്നെ അച്ഛനെ ശുശ്രൂഷിക്ക്. എനക്കാവൂല എല്ലാവർക്കും വെച്ച് വിളമ്പാന്. അമ്മേ, എല്ലാവർക്കും വയസ്സാവൂലേ? അമ്മ അച്ഛനും വയസ്സാവുമ്പോ ഞാനിങ്ങനെ ചെയ്ത നിങ്ങൾക്ക് വിഷമാവൂലേ? അതുപോലെയല്ല അച്ചാച്ചനും. അച്ചാച്ചന് നമ്മൾ മാത്രല്ലേ ഉള്ളൂ. അച്ചാച്ചന് വയ്യാണ്ടിരിക്കുമ്പോ അല്ലേ നമ്മളെല്ലാം കൂടെ ഉണ്ടാവണ്ടേ? കേട്ടോ, ഈ മോനുള്ള വിവരം പോലും എനിക്കില്ലാണ്ടായി പോയല്ലോ. എനക്കത്ര വിവരേ ഉള്ളൂ. അത്ര തന്നെ ഉണ്ടെങ്കിലേ അച്ഛനും മോനും കൂടി അങ്ങ് നോക്കിയാൽ മതി. അച്ചാച്ചനാ നാളെ രാവിലെ ഇവിടെ ഇറങ്ങിക്കോണോ? എനിക്ക് സൗകര്യം മാത്രം ഇവിടെ നിന്നാ മതി, മനസ്സിലായിക്കോ? അച്ചാച്ചൻ ഇവിടെ എവിടെയും കാണുന്നില്ല. അച്ചാച്ചാ റൂമിലായിട്ടുണ്ടാവൂടാ. ഞാൻ എല്ലായിടെയും നോക്കി, അച്ചാച്ചൻ എവിടെയും കാണുന്നില്ല. ഇതാ അച്ചാച്ചൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കത്ത് കിട്ടി. കത്തോ? ഹലോ, അച്ഛൻ എന്തായി കാണിച്ചേ? എടാ, ഒരു യാത്ര പോകുന്നു, അത്രയേ ഉള്ളൂ. അച്ഛൻ എന്തെന്നാ അച്ഛൻ ഈ പറയുന്നത്? അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അച്ഛൻ വാ, നമുക്ക് പോവാം. എന്തെങ്കിലും തെറ്റ് ഞങ്ങളെ ഭാഗത്തുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങൾ ക്ഷമിക്കണം. ക്ഷമിക്കാൻ മാത്രം എന്ത് തെറ്റാടാ നിങ്ങൾ എന്നോട് ചെയ്തത്? അത് പിന്നെ അച്ഛാ, അവരുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ചില അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ 3 നേരം ഭക്ഷണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും അച്ഛൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു ഒറ്റ ധൈര്യത്തിലാ അച്ഛൻ ഇറങ്ങി പുറപ്പെട്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ ഞങ്ങൾ കൂടെ വാ. അച്ചാച്ച വാ, അച്ചാച്ച ഇല്ലാടി അവള് വീട്ടിലോട്ട് പോവൂല. മോനെ സുമേഷ്, നീ വിളിച്ചാൽ അച്ഛൻ ഒരുപക്ഷെ വരാതിരിക്കാൻ കഴിയും. പക്ഷെ എന്റെ കൊച്ചുമോൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല.